പരമേശ്വര ദാമോദര ആ സാധനങ്ങളൊക്കെ എടുക്ക. ശകുണി, താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞത്. അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പറ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല, സിനിമ ആണെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ മൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു, കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന് പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തന്നെ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കണു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 ഉറുപ്പ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ച സ്ഥിതിക്ക് 10 രൂപ. ഇനി ആ ബീഡി കൊടുക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? സിഗരറ്റ് വലിച്ചിരുന്നവനാ. ശരികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. കർണനൊരു വാക്കുണ്ടെന്ന് തോന്നുന്നില്ലേ ശങ്കുണ്ണിയെ? സസ്യബുക്കല്ലേ, അതിന്റെ കൂടെ അല്ലേ ഉണ്ടാവൂ. ഇതാ തനിക്ക് വിവരമില്ല എന്ന് പറയണേ. വെജിറ്റേറിയൻ ആയതുകൊണ്ടാ ആനക്ക് ഈ ശക്തി. രാമനാഥൻ. വെൽക്കം മിസ്റ്റർ രാമനാഥൻ. താങ്ക് യു. വരൂ വരൂ. ശങ്കുണ്ണിക്ക് അറിയോ, സംസ്കൃതത്തിലും ഫലിതത്തിലും മാത്രമല്ല ഇൻകം ടാക്സിന്റെ നൂലാമാലകളെ കുറിച്ചും അപാര അറിവാ രാമനാഥന്. മില്ലിന് വെച്ച് ടാക്സിന്റെ ചില നിയമവശങ്ങളെ കുറിച്ച് രാമനാഥൻ പരാമർശിക്കുകയുണ്ടായി. ഗ്രേറ്റ്. അപ്പോ സർവകാല വല്ലഭൻ തന്നെ. വിഡ്ഢിത്തം. സർവകലാ വല്ലഭൻ ആയിക്കോട്ടെ. രാമനാഥൻ, ഞാൻ ഇന്നൊരു ഹോളിഡേ മൂഡിലാ. നമുക്ക് കുറച്ച് കവിതയും സംഗീതവും സാഹിത്യവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൂടാം. അരസികന്മാരെ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കാം. എന്താ ശങ്കുണ്ണിയെ? തന്റെ കാര്യമാണോ പറഞ്ഞത്? രാമനാഥൻ, തന്നെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലാലോ. എല്ലാം അറിയണം. വരൂ. ഗോപുന് ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കൺഗ്രാചുലേഷൻസ് മൈ ഗേൾ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ക്ലാസ് ഉണ്ടാവുമെന്ന്. എന്റെ കുട്ടി പഠിച്ച ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നില്ലേ? കണ്ടില്ലേ ഗോപുവിന്റെ മിടുക്ക്? വല്യമ്മാമ ഗോപുവിനെ വല്ലാതെ ലാളിക്കണമെന്നല്ലേ നിങ്ങൾക്കൊക്കെ പരാതി. ഇപ്പൊ അതിന്റെ കാര്യം മനസ്സിലായില്ലേ? എല്ലാരും അവളെ കണ്ട് പഠിക്കുക, അവളെ മാതൃകയാക്ക. പോയി കളിച്ചോളൂ. വല്യമ്മാമേ, വാക്ക് മാറരുത്. പ്രോമിസ് ചെയ്ത മാരുതിക്കാറ് ഓർമ്മയുണ്ട് കുട്ടിയെ. വല്യമ്മാമ വാക്ക് പറഞ്ഞ വാക്കാ. ശങ്കുണ്ണി, ഗോപുവിന് ഇന്ന് തന്നെ ഒരു മാരുതി ബുക്ക് ചെയ്യാൻ മാനേജരോട് പറയൂ. പരിചയപ്പെടുത്താൻ മറന്നു. ഗോപു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു രാമനാഥൻ, എ ജീനിയസ് യങ് മാൻ. ഹലോ. ഹലോ. ഗോപിക അനന്തരവളാ. എല്ലാറ്റിലും മുൻപന്തിയില. പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. ഓഹോ, അത് ശരി. എന്താ വിശ്വാസായില്ലേ? ആളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, അത്രേ ഉള്ളൂ. അതെ, രാമനാഥൻ ഏതുവരെ പഠിച്ചു? M.Com. ക്ലാസ് ഉണ്ടായിരുന്നോ? ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. കേട്ടല്ലോ, നിന്നേക്കാൾ മിടുക്കുള്ളവരിവിടെ ഉണ്ട്. ഗോപുവിന് ഇനി M.Com അയക്കാം. എന്താ രാമനാഥൻ? അഡ്മിഷൻ കിട്ടും തോന്നുന്നില്ല. അതെന്താ? ഒരു ഫസ്റ്റ് ക്ലാസ് ഈ തറവാട്ടിലൊരു അത്ഭുതമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു മാരുതിക്കാർ സമ്മാനമായിട്ട് കൊടുക്കണത്. പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ ഇപ്പൊ ഒരു മുട്ടുസൂചിയുടെ വില പോലും ഇല്ല. അപ്പോഴിനി വല്ല ടൈപ്പ് റൈറ്റിങ്ങിനോ ഷോർട്ട് ഹാൻഡിനോ അയക്കുക. അതിന് താൻ തന്നെ അങ്ങ് പോയാ മതി. അതിന് ഞാൻ പണ്ടേ പോയതാ. ലോവറും ഹയറും പാസ്സായതാ. രാമനാഥന്റെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. ഇഷ്ടമില്ല വേണ്ട. അപ്പൊ എന്താ രാമനാഥ ഒരു നെക്സ്റ്റ് ചോയ്സ്? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു കോഴ്സ് ഉണ്ട്. എന്താ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കുക. ആ ഫലിതം കുട്ടി ഞങ്ങളുടെ ഇഷ്ടമായില്ല തോന്നുന്നു. അല്ല, ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ? ഒന്നുമില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ. വല്ലാണ്ട് ലാടിച്ചു പോയി.
അവള് ജനിച്ചേ പിന്നെ കുടുംബത്തിൽ വച്ചടി വച്ചടി കയറ്റാ. പക്ഷെ ഗോപുവിന് 2 വയസ്സുള്ളപ്പോ എന്റെ പെങ്ങള് ശാരദ മരിച്ചുപോയി. ഭാര്യയുടെ മരണത്തിൽ മനംനൊന്ത് അവളുടെ അച്ഛൻ അന്ന് വീട് വിട്ടിറങ്ങിയതാ. 18 വർഷം കഴിഞ്ഞു. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ഉച്ചയൂണിനുള്ള ബെല്ല. ഊണ് കഴിക്കാനും ബെല്ലോ? അതെ, രാമനാഥൻ അത്ഭുതം തോന്നണുണ്ടാവും. വലിയൊരു കൂട്ടുകുടുംബം അല്ലേ. എന്റെ വല്യമാമ ഏർപ്പെടുത്തിയ ചില ചിട്ടകളാ. ഞാനും അത് അനുവർത്തിച്ചു പോരണു. ആ, ഇനിയൊക്കെ ഊണ് കഴിഞ്ഞിട്ടാകാം വരിക. ഇതാ ഇവിടത്തെ ഊണിന്റെ പ്രത്യേകത. അനന്തരവന്മാരും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു സദ്യ. അതിന്റെ സുഖം ഒന്ന് വേറെയാണോ. ഇരിക്കുക, താനിരിക്കുക. ശത്രുഘ്നം പിള്ള ഇനിയും ഇരുന്നില്ലേ? വരൂ, ഇരിക്കൂ. വേണ്ട, ആരും എന്നെ ഇരുത്തണ്ട. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനൊക്കെ ഒരു തീരുമാനമാകാതെ ഞാൻ ഊണ് കഴിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. എടോ ശത്രു സംഹാര പിള്ളേ. ശത്രുസംഹാരമുള്ള തന്റെ എടോ നമ്പൂരി, ഞാൻ വല്ല വിളിച്ചു പറയും. എന്നാ പെട്ടെന്ന് പറ, വിശന്ന് കുടല് കഴിയുന്നു. ഇവിടെ ഏതോ ഒരുത്തി ബികോം പാസ്സായതിന് ലക്ഷങ്ങൾ മുടക്കി മാരുതി കാർ വാങ്ങിക്കൊടുക്കാൻ പോകും. മറ്റുള്ള ഒരു 10 റുപ്യ വട്ടച്ചെലവ് ചോദിച്ചാൽ തരാൻ വകുപ്പില്ലത്രേ. എന്താ നിങ്ങൾക്കുമില്ലേ മക്കള്? മാരുതി പോയിട്ടൊരു മാറാപ്പ് സഞ്ചി എങ്കിലും വാങ്ങിക്കൊടുക്കലുണ്ടോ? ഇത് പക്ഷാഭേദമല്ലേ? തറവാട്ടിലെ സംബന്ധക്കാരൊക്കെ നാമം പൂട്ടി അടിമകളെ പോലെ കഴിയണമെന്ന് വെച്ചാ ഇവിടെ നടക്കുന്ന ഏകാധിപത്യമല്ലേ? ശത്രുഘ്നപിള്ളേ, അവസരങ്ങൾ ഉണ്ടാക്കരുത്. നിർത്തണോ? മറുപടി പറയട്ടെ പറയട്ടെ. താനാണ് ഇവിടെ? ശത്രുഘ്നപിള്ള, മര്യാദയ്ക്ക് സംസാരിക്കണം. താനെന്നെ മര്യാദ പഠിപ്പിക്കണോ? അച്ഛന്റെ പ്രായമുണ്ടല്ലോ മിസ്റ്റർ, പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? വക്കാലത്ത് ഏറ്റുപിടിക്കാൻ നീ ആരാ റാസ്കൽ? മതയാനയാകാൻ ശ്രമിക്കരുത്. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്ത്, ഇതുപോലൊരെണ്ണം മതിയല്ലോ. വന്നാട്ടെ. അളിയൻ എന്ത് തെമ്മാടിത്തരാ കാണിച്ചത്? ശങ്കുമാവ് ഞങ്ങളെയൊക്കെ എടുത്തു വളർത്തിയ ആളാ. ആ മുഖത്തൊന്ന് തറപ്പിച്ച് നോക്കാൻ പോലും ഇവിടെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. മീനാക്ഷി ഓർത്തിട്ടാ, അല്ലെങ്കിലുണ്ടല്ലോ ആ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. അന്തസ്സായ അഭിപ്രായം. അപ്പൊ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ? മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. നൗ വി ക്യാൻ ഹാവ് ഫുഡ്. വേണ്ട, വല്യമാമ ഉണ്ടല്ലോ. ഇന്നിവിടെ ആരും ഊണ് കഴിക്കണ്ട. ഗോപു, വിളമ്പി കഴിഞ്ഞ ഉണ്ണാത്ത ചരിത്രം പയ്യാരത്ത് ഉണ്ടായിട്ടില്ല. ഓ ഇല്ല, വല്യേട്ടന് ഊണ് ഞാൻ അപ്പുറത്ത് കൊടുത്തോളാം. ആ, എല്ലാവരും ഊണ് കഴിക്ക. അമ്മായി പറഞ്ഞതല്ലേ, ശത്രു ചേട്ടൻ ശത്രു കമർന്നിട്ട് വന്നുണ്ടാട്ടെ. വേണ്ട, എനിക്ക് ഈ പിച്ചച്ചോറ് വേണ്ട. ശത്രുട്ടാ, ദേ ഇന്ന് തറവാട്ടിൽ ഒരിക്കലൂണാ. രാത്രി പച്ച വെള്ളം പോലും കിട്ടില്ല കേട്ടോ. ഓ, മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഊണെന്ത് പഴച്ചു. ഉണ്ണാം. വരട്ടെ. ശങ്കമാനെ തല്ലിയത് മാപ്പില്ലാത്ത കുറ്റം ചെയ്ത തറവാട്ടിൽ ചില പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ മീനാക്ഷി? എന്നാ കേട്ടോളൂ, 101 പ്രാവശ്യം ഏത്തവിടുക. തറവാട്ട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരിവിടെ കഴിഞ്ഞാ മതി. ആ ഇട്ടോ. 1 കുനിയട്ടെ. 2 3 4. മാമ കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം ഞാൻ നിലനിർത്തണത് എന്റെ മാത്രം എടുക്കൊണ്ടൊന്നുമല്ല, താൻ എന്റെ വലം കൈയായിരിക്കണോണ്ടാ. അതിനിപ്പോ എന്താ ഉണ്ടായി? അയാളൊരു വിവരക്കേട് കാണിച്ചു. ക്ഷമിക്കുക, അവൻ അടിച്ചത് തന്നെയല്ല, എന്റെ ചെകിടത്താ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വേണത്. ആദ്യമായിട്ടല്ലല്ലോ നാരായണക്കുട്ടിയും നാണിക്കുട്ടിയും കല്യാണിക്കുട്ടിയും ഒക്കെ കുട്ടിക്കാലത്ത് ശുണ്ടി വരുമ്പോ തീർക്കണത് ഈ മേത്തായിരുന്നില്ലേ? എല്ലാവർക്കും ശങ്കുമാ ഒരു ചെണ്ടയാ. ഇന്നലെ വന്ന സംബന്ധക്കാര് വരുന്നു കുട്ടി, അയാളുടെ കയ്യെ വേദനിക്കൂ. ഇത് നല്ല തഴമ്പുള്ള ചെണ്ടപ്പുറ. ഒക്കെ അവിടത്തേക്ക് വേണ്ടിയാ. ഞാൻ കൊള്ളു, എന്ത് സഹിക്കും. പക്ഷേ ഈ മനസ്സ് വേദനിക്കരുത്.
അത് കാണാനുള്ള ശക്തി ശങ്കുരില്ല. ശങ്കു, ഈ കടം തീർത്താ തീരൂ. ഇവിടെ അപ്പൊ അതൊന്നുമല്ല പ്രശ്നം. എനിക്ക് വയസ്സായി. ഇനിയുള്ള തലമുറയെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് ശങ്കുനുണ്ടാവും തോന്നുന്നില്ല. അത് തന്നെയാ ഞാനും ആലോചിക്കണത്. ക്ഷണിച്ചു വരുത്തിയത് ആ കുട്ടിയെ. കഷ്ടായി. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാൻ തരപ്പെട്ടില്ല. ഇനി എവിടെയാ ഒന്ന് അന്വേഷിക്കാം. ഈ ഭൂമിയിൽ എവിടെ ആയാലും കൊണ്ടുവരാം. രാമനാഥന് എനിക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? രാമനാഥനെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. കാര്യസ്ഥനായിട്ട്, മകനായിട്ടല്ല. വിഷമിക്കണ്ട. നീ അദ്ദേഹത്തിന് മകനാണെന്ന് എല്ലാവരും അറിയുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവും. അതുവരെ എല്ലാം ക്ഷമിക്കണം, സഹിക്കണം. ഇതുവരെയുള്ള നിന്റെ ചൂടുവെപ്പുകളെല്ലാം തന്നെ ബുദ്ധിപൂർവമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ വല്ലാതെ പതിഞ്ഞു കഴിഞ്ഞിരിക്കും. ഇനി പഴയ്ക്കരുത്. അമ്മാമേ, എന്ത് അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്നാലും ആത്മസംയമനം ഉണ്ടാവണം. എന്റെ അനന്തരവനാണ് നീ എന്നുള്ള സത്യവും ആരും അറിയരുത്. മനസ്സിലായോ? ഞാൻ അണിയരുത് ഒരു മുഖം കൂടിയാ. ഇന്നുവരെ അറിഞ്ഞുകൊണ്ട് ആ തറവാട് ദ്രോഹം ചെയ്തിട്ടില്ല. അത്രയ്ക്കുണ്ടാ വലിയ മനുഷ്യനുള്ള കൂറ്. എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ഞാൻ ഈ ചെയ്യുന്ന തെറ്റ. എല്ലാം നിനക്ക് വേണ്ടി, എന്റെ പെങ്ങൾക്ക് വേണ്ടി. ഒക്കെ ഒരു നിയോഗമായിരിക്കും. എല്ലാം കലങ്ങി തെളിയട്ടെ. അതുവരെ ക്ഷമിക്കാം, കാത്തിരിക്കാം. എന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാം. അമ്മമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതെന്നും ഉണ്ടാവും. നിനക്ക് നല്ലതേ വരും. ആ പുണ്യാത്മാവിന്റെ സന്തതിയല്ലേ. ശത്രുവിനെ മര്യാദ പഠിപ്പിക്കാൻ രാമനാഥനെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നു പോലും. അവനെന്തുണ്ടാക്കാനാ? ആ കിഴവനെയാന്ന് തല്ലിയപ്പോ അവന്റെ മോന്തക്കിട്ട് വന്ന് പിടയ്ക്കാൻ എന്റെ കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. കുട്ടാ, നീ എണ്ണ അളന്നാ മതി. കൂടെയുള്ള നിന്റെ ഈ എണ്ണയിടിയിൽ വേണ്ട കേട്ടോ. ഓ, കൊറേ അനന്തരവന്മാരും സംബന്ധക്കാരും നിങ്ങളുടെയൊക്കെ പിടിപ്പുകരും കൊണ്ട് ആ തറവാടിൽ ഈ തോന്നിയാസമൊക്കെ നടക്കണത്. പകലന്തിയോളം മാട് പോലെ പണിയെടുക്കും. ശമ്പളവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. നാണമില്ലേ നിങ്ങൾക്ക്? കൈ നാണിക്കാനെന്തിരിക്കണു? കൗപീനം ചുറ്റിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്നറിയാം. കാര്യസ്ഥനെ നിയമിച്ചിരിക്കുന്നു. കാര്യസ്ഥനാകാനുള്ള യോഗ്യത എനിക്കില്ലേ? എന്താ മാധവന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആ, സദാശിവ നേർക്കോ? ഓ, ഞാൻ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞോളാവേ. ആ, ശ്രീധരനൊന്നും പറയാനില്ലേ? ഛന്നന്മാര്. അത് വെറുതെ. അതെ, തറവാട് നിറയെ കുട്ടികളുണ്ടല്ലോ. അച്ഛാ, ഈ ശത്രുങ്ങൾ എന്താ പറയണേ? ശത്രു അല്ലേ മോനെ, ശത്രുത ഉണ്ടാക്കാനല്ലേ നോക്കൂ. മോൻ വേഗം കുളിച്ചു കയറ്. ആ, അളിയനെ കാത്തിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നെ കാര്യസ്ഥനാക്കണ്ട. അളിയനല്ലേ തറവാടിലെ മൂത്ത അനന്തരവൻ. അളിയൻ എന്താ തടിപിടിക്കില്ലേ? ബുദ്ധിയില്ലേ? വൈഭവമില്ലേ? അളിയനുള്ളപ്പോ മേൽനോട്ടത്തിന് പുറത്തുനിന്നൊരാളെ ആവശ്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. കാര്യം കഴുത പറഞ്ഞാലും കേക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. എന്നെ കുറച്ചുകൂടി ആവാല്ലേ? ആവാം. ശത്രുളിയം പറയുന്നതിലും അല്പം കാര്യമൊക്കെ ഉണ്ട്. കാര്യമുണ്ട്. പക്ഷെ ഇത് വല്യമ്മാമയോട് പറയാൻ ആർക്കാ ധൈര്യം? എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പറയാം. വേണ്ട, വല്യമ്മാമയുടെ അടുത്ത് നമ്മളിപ്പോ നേരിട്ട് പോണ്ട. പ്രശ്നം നമുക്ക് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പൊ തറവാട്ടിൽ വീണ്ടും പ്രതിഷേധ സ്വരം ഉയർന്നു. വല്യമ്മേ, വേണ്ട, ഇന്ന് വരെ ശബ്ദിക്കാതിരുന്നവരൊക്കെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കണു. ആരായതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. കൊണ്ടിരിക്കണമെന്ന് ആർക്കൊരു വിളി തോന്നിയെന്ന് പറയണ പോലെയാ. ചിലരൊക്കെ കൊണ്ടാലേ പഠിക്കൂ. വല്യമാമ ചെയ്തത് തെറ്റാ, വലിയ ഒരു തെറ്റ്. എന്താ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നും കൂടി തിരുത്തല്ലേ? നന്ദി ഉണ്ടോടോ നിനക്കൊക്കെ? ആർക്ക് വേണ്ടി ആ മനുഷ്യൻ ജീവിക്കണത്? 1976 മരുമക്കത്തായ അവസാനിച്ചു ഈ വിട്ട് കോമരങ്ങൾക്ക് അറിയില്ലേ? ഇന്ന് മക്കത്തായ ആയ കാലത്ത് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവനും അവർക്കാകുമായിരുന്നില്ലേ? വല്യേട്ടൻ അത് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. വല്യേട്ടൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാടാ, ഭൂതം നിധിയാക്കണ പോലെ. വല്യേട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരിക്കും. നോക്കേ, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്ന് പോലും അവിടെ അറിയണ്ട. മോശമായി പോയി. ഇത്രയും അംഗങ്ങളെ
ഒരു കുടക്കീഴിൽ നിർത്തുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. രാമനാഥൻ അത്ഭുതം തോന്നണുണ്ടാവും ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാക്കാൻ കഴിയണമെന്നല്ലേ. ആട്ടെ, ഈ വിജയത്തിന്റെ രഹസ്യം എന്താണെന്നറിയോ എനിക്ക്? അറിയാം, അങ്ങ് അനുഷ്ഠിച്ചു വരുന്ന ബ്രഹ്മചര്യവ്രതം. ഒരു വൈരാഗിയായ ബ്രഹ്മചാരിക്ക് മാത്രമേ ഇത്ര വിൽപ്പവറുണ്ടാവൂ. അങ്ങേക്കതുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഒന്നും എന്റെ സാമർഥ്യമല്ല, ഇതാ എന്റെ വല്യമ്മാമ റാവു ബഹദൂർ രാജശേഖരൻ നായർ, എ ക്രോണിക് ബാച്ചിലർ, പുണ്യാത്മാവ്. യദ്യതാചരതി ശ്രേഷ്ഠ സത്തത് ദേവതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. വിശിഷ്ടന്മാർ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് പ്രമാണമായി സ്വീകരിച്ച് അനുകരിക്കുക. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സപ്തതി ആഘോഷ ദിവസം ഈ തറവാട്ടിന്റെ താക്കോൽ കൂട്ടം എന്നെ ഏൽപ്പിച്ചു. ഒപ്പം ആ ഭഗവത്ഗീതയും. എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഒരു ആത്മപരിശോധനയ്ക്കായിരിക്കാം. ഇന്ന് വരെ ഞാനത് പാലിച്ചു. ഇനി ഒരു മാസം, അടുത്ത മാസം എന്റെ സപ്തതിയാ. അന്ന് അനന്തരാവകാശിക്ക് വഴിമാറി കൊടുക്കണം. പിന്നെ സ്വസ്ഥം സന്യാസം. അങ്ങേ പോലൊരാള് ഇനി ഉണ്ടാവില്ല, സംശയമില്ല. ഒരു ചാബല്യവും തോന്നാതെ മനസ്സിനെ ദൃഢമാക്കി ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചിരിക്കുന്ന അങ്ങ് ഒരു മഹാത്ഭുതം തന്നെയാ. ഞാൻ ആ പാദം തൊട്ടൊന്ന് വന്നിച്ചോട്ടെ. താൻ കരഞ്ഞോ? ഏയ് ഇല്ല. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റി വെക്കണം. അഡീഷണൽ ആയിട്ട് എന്ത് ചെലവ് വന്നാലും അതിന് വകുത്തുണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക. ഓ തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും. അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്. കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് എത്തും, ഏർപ്പാടാക്കിണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ? എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വിഴുകാമല്ലോ. ഹലോ, ആ രജിസ്റ്റർ ഇങ്ങോട്ട് വെച്ചേട്ടെ. ഞാനും ഒന്ന് നോക്കട്ടെ. ഇവിടെ എത്ര പടം മരമുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട് ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാർ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിൽ ഇരുന്നുകൊണ്ട് ചെവി അടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കില്ല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്. ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ. പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കോ അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. അതൊരു ദുശീലായി പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്. കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുവാ പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശംഖുമാമനെ തല്ലിയ വകയിലൊരു കടം ബാക്കിയുണ്ട്. അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. പുതിയ വണ്ടി വന്നപ്പം പുതിയ കാര്യസ്ഥൻ ഭരണം തുടങ്ങിയിരിക്കുന്നു. നായയെ പിടിച്ച് സിംഹാസനത്തിലിരുത്തിയിട്ട് പറഞ്ഞ പോലെയാ. കളക്ടറുടെ പവറല്ലേ. തറവാട്ടകങ്ങളൊക്കെ അവന്റെ അടിമകളാണെന്നാ അവന്റെ ഭാവം. ആഹാ, അത്രയ്ക്കായോ? എങ്കിലും അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ എന്റെ മുറപ്പെണ്ണാടി. തരക്കേടില്ലാത്ത ഫിഗറാ, പക്ഷേ ലേശം തലക്കനുണ്ട്. ഒരു താലി മേടിച്ച് കഴുത്തി കെട്ടിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം.
എന്താ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. ഓ, മാരുതി വാങ്ങിച്ചു തന്നു ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്. ഇതാ M.Com റാങ്ക് കിട്ടിയതിന് മൊട്ടു സൂചി. അതവിടെ വെച്ചേക്ക്. സൂചിയാ എവിടെയെങ്കിലും തറച്ച ചോര പൊടി. അങ്ങനെ പൊടിയണ ചോരയൊന്നുമല്ല, ഇതേ റോയൽ ബ്ലഡാ, രാജരക്തം. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കുട്ടിയോ? ആരുടെ കുട്ടി? ഓ ശരിയാ, ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചോണ്ട് നടക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയെ കുട്ടീന്ന് വിളിച്ച് തെറ്റാ. ക്ഷമിക്കുക. ചാച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. പിന്നെ ഈ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ ദൈവം തരുന്നതാ. അതിലാരും അസൂയപ്പെട്ടത് കാര്യമില്ല. അതൊക്കെ വല്യമാമയുടെ അടുത്ത് എടുത്താ മതി. പാവം വല്യമാമയെ കൈമണി അടിച്ച് കൂടിയിരിക്കല്ലേ. ചാച്ചി, എനിക്കിവിടെ വേറെ പണിയുള്ളതാ. പണിയെടുക്കണം. നന്നായി പണിയെടുത്ത 5000 മാസം അവസാനം നല്ല കൂലിയും കിട്ടും. ഊഫ്. ചേച്ചി, മനഃപൂർവ്വം ഉടക്കാൻ തന്നെയാണല്ലേ? ഇപ്പൊ ഒരാളുടെ ഊഴം കഴിഞ്ഞ് പോയേ ഉള്ളൂ. ഇനിയിപ്പോ എന്നാ ഞാൻ അതുപോലെ അല്ല കേട്ടോ. ആ, എനിക്ക് കാർ സ്റ്റീരിയോ വാങ്ങിക്കാൻ 15000 രൂപ വേണം. അയ്യോ, അതിനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല മുക്കാല കേൾക്കാനല്ലേ, ആ വക ബോറം പാട്ടും നമുക്ക് വേണ്ട. ചേച്ചി പോ. അത് താനാണോ നിശ്ചയിക്ക? അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് 15000 രൂപ ഇങ്ങെടുക്ക്. കടന്നു പോടി വരുന്നു. എന്ത് പോടിയെന്നോ? അതേടി, പോടീന്ന് പറഞ്ഞത് മനസ്സിലായില്ലേടി. കടന്നു പോടീന്ന്. ആഹാ, അത്രയ്ക്കായോ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ ദൈവങ്ങളെ, തമാശക്ക് തുടങ്ങിയതാ. കുഴപ്പമായോ? ഈ ഉള്ളവനെ പരീക്ഷിക്കല്ലേ. എനിക്ക് ക്ഷമ തരണേ.